രാജാണ്ടിക്കയുടെ ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരീസിൻ്റെ സീസൺ 3യുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഞാൻ ഈ 2 സീസണും കണ്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്. രസം ഫണ്ണാണ്. അതിൽ മനോജ് ബാജ്പേയിയാണ് നമ്മുടെ മെയിൻ ആൾ. കാരണം പുള്ളി അഭിനയിക്കുന്ന പടങ്ങൾ കാണാനോ അല്ലെങ്കിൽ വർക്ക് കാണാനോ ഭയങ്കര രസമാണ്. പുള്ളി ഒരു നല്ല ആക്ടറാണ്. എസ്പെഷ്യലി ഇതിൽ പുള്ളിയുടെ ഹ്യൂമർ ആൻഡ് ടൈമിങ് തീർത്തിട്ടില്ല. പിള്ളേരും രസമുണ്ട്. പിള്ളേരുടെ ആക്ടിങ് നല്ല പ്രിയമണി ഇതിനകത്തല്ല എല്ലാവരും. എനിക്ക് ഇവരുടെ 2 കോമ്പിനേഷൻ സീൻസ് ഭയങ്കര ഇഷ്ടമാണ്. മനോജ് ബാജ്പേയി പുള്ളിയുടെ സബോർഡിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് രസമാണ്. അപ്പോൾ ലാസ്റ്റ് സീസണിൽ സാമന്തയായിരുന്നു വില്ലനായിട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നീരജ് മാധവ്. എന്ത് സ്പോയിലൊന്നുമല്ല. അല്ലല്ല, അതിന് ട്രെയിലർ തന്നെ ഉണ്ടല്ലോ അതൊക്കെ. സോ നമ്മുടെ സീസൺ 3 ആണ്. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. मैं एक एजेंट हूँ. ओके ट्रैवल एजेंट ना. What? आपका कोडिंग भी है क्या? Like टाइगर, पैंथर, लायन? इंटेलिजेंस पे काम करते हैं बेटा. സർക്കസ് नहीं. ഓ അവന്മാരുടെ അടിയാണുള്ളത്. സ്പൈ യൂണിവേഴ്സിലുള്ള അടിയാണ്. Shrikant Tiwari is now an officially wanted criminal. एक्शन है कौन? श्रीकांत सर ने अपने फैमिली को भी इस सब में कंसील किया है. बहुत बड़ा गेम चल रहा है. इसमें किसी बड़े ऑर्गेनाइजेशन का. I'm the one that runs the circus. I'm looking for someone जो North East India को बहुत अच्छे से जानता है. नॉर्थ ईस्ट का बहुत बड़ा ड्रग्स मुद्दा. औकात बढ़ानी चाहिए. ജയദീപ് അലാവത്ത് भूलनी नहीं चाहिए. കിടിലനാണ്. श्रीकांत तिवारी ऐसा हो. तुझे पता है ना, हम किसी पे भी भरोसा नहीं कर सकते. नहीं उन लोगों ने हमें रन आउट करा दिया तो अभी कौन सा सेंचुरी मार रहा है तू? Why don't you understand? क्या कहूँगी? चुपचाप कहीं जगह छुप जाओ और वो सब बोल जो वो लोग हमारे साथ करना चाह रहे हैं. बहुत टाइम के बाद मेरी सच में फट रही है. गलत फंस गया. साला अभी जाके मेरी डेटिंग का सीन पल भूलने लगा था. सब खत्म. थोड़ी देर के लिए चुप बैठेगा. हाँ, तेरे को क्या प्रॉब्लम है? तूने तो जीवन के सारे सुख भोग लिए ना. पहले बीवी, फिर बच्चे, उसके बाद गर्लफ्रेंड, उसके बाद झगड़ा, सब. अकेला कौन मरेगा? मैं. सिंगल जीना, सिंगल मरना, इससे बड़ा श्राप नहीं है लाइफ में. एक बार यहाँ से निकल गया ना जी के, मैं तेरा स्वयंवर रचाऊंगा. प्रॉमिस? शारदा ബഡ്ജറ്റ് ഉണ്ടായെന്ന് തോന്നുന്നല്ലേ? ബജറ്റുണ്ട്. മറ്റേ 2ാം സീസണൊന്നും ബജറ്റുണ്ടായിരുന്നു. അത് എനിക്ക് ഇവരുടെ JK ആൻഡ് ഇവരുടെ 2 പേരുടെ കോമ്പിനേഷൻ സീൻ ഭയങ്കര രസമാണ്. അതിൽ ഒരുപാട് ഹ്യൂമർ ഉണ്ട്. ഇതുപോലെ എനിക്ക് ആക്ച്വലി ഇവരുടെ വീട്ടിലെ പിള്ളേരെ ഹാൻഡിൽ ചെയ്തേക്കുന്നത്, സാധാരണ അവർ കുറച്ച് സൈഡ് ലൈൻ ആകാൻ്റെ ടൈപ്പ് ക്യാരക്ടേഴ്സ്, പക്ഷെ അവരെ ഹാൻഡിൽ ചെയ്തേക്കുന്നത് ഇഷ്ടമാണ് ഞാൻ കണ്ടെടുത്തോളം. ഇത് ആക്ച്വലി അതിലാ ഡയലോഗ് ഭയങ്കര കില്ല സാധനം. കോഡ് നെയിം ഉണ്ടോ, ടൈഗർ, പാന്തർ, ലയൺ എന്നൊക്കെ പറഞ്ഞത്. സർക്കസ് അല്ല ഇത്, ഹിന്ദിയിൽ അത് ആർക്കൊണ്ടുള്ള അടിയാണെന്ന് മനസ്സിലായല്ലോ. അത് സ്പൈ യൂണിവേഴ്സിലുള്ള അടിയാണ്. ലാസ്റ്റ് ഇവർ വന്നിട്ട് പറയുന്നുണ്ട് ഐ റൺ ദി സർക്കസ്. അത് തന്നെ, അത് അറിയാലോ. മറ്റേ ബാലൻസ് ചെയ്യണ്ടേ. നിമ്രത് കൗർ പുള്ളിക്കാരിയാണ് തോന്നുന്നു അതിനകത്ത്. പക്ഷെ വന്നവരെല്ലാം ജയ്ദീപ് അലാവത്ത് പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളി ഒരുപാട് പടത്തിൽ ഒരുപാട് അവിടുത്തെ ഈ ആക്ടേഴ്സ് ഉണ്ട്, നമ്മളെ വെറുപ്പിച്ചിട്ട് പോലും ഉള്ള ആക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ആക്ച്വലി നല്ല റോൾ കൊടുത്താൽ നന്നായിട്ട് പെർഫോം. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് ഈ പറയുന്ന സീരീസുകളിലൊക്കെ. അതായത് ഇവർ ഈ ബോളിവുഡുകാരുടെ ഒരു വലിയ പ്രശ്നമാണ് തോന്നുന്നു. അവർ മറ്റുള്ള ഭാഷയിലെ പോലത്തെ സിനിമ എടുക്കാനുള്ള ശ്രമം നടത്തി. ഇവരുടെ പടങ്ങൾ, ഇവരുടെ പരിപാടികളിൽ ഇവർ അത്രയും ഫോക്കസ് ചെയ്യാത്ത പോലൊരു ഫീലാണ്. കാരണം ഇവർക്ക് ആളില്ലാഞ്ഞിട്ടല്ല. എനിക്കെപ്പോഴല്ലേ മനോജ് ബാജ്പേയി എന്ത് രസമാണ്. എനിക്ക് മറ്റേ ഗ്യാങ്സ് ഓഫ് വസിയപൂർ കണ്ടുകൊണ്ടിരിക്കുകയോ അതിനകത്തെ ഡയലോഗാണ്. ആ പടത്തിൻ്റെ ഡയലോഗ് റൈറ്റിങ് ഭയങ്കര രസമാണ്. അത് ഭയങ്കര എല്ലാ ഡയലോഗ് കൗണ്ടർ പ്ലസ് മറ്റേ തെരുവിളി പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫൺ സാധനമാണ്.
ഇതിൻ്റെ ഈ സീരീസിൻ്റെ ഫസ്റ്റ് 2 സീസൺ കണ്ടാൽ മനസ്സിലാവും ഈ പുള്ളി വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് ഈ ഹ്യൂമർ, ഈ പടത്തിലെ ഹ്യൂമർ ആ ഡാർക്ക് ഹ്യൂമറിൻ്റെ മീറ്ററിലാണ്. അത് ഭയങ്കര, അത് രാജാൻ DK ബേസിക്കലി ഡാർക്ക് ഹ്യൂമർ പടങ്ങളാണ് അവരുടെ ഹൈലൈറ്റ്സ് ആണ്. ഇവർ ഒരേ സമയം മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ മറ്റേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ, അത് ഗൺസ് ആൻഡ് ഗുലാബ്സും സെക്കൻഡ് സീസണൊക്കെ ഒരുമിച്ച് ചെയ്തുകൊണ്ട സാധനം അത്. സോ അപ്പോൾ November 21 ഈ സീരീസ് ഉറപ്പാണ് കണ്ടിരിക്കും. കൊള്ളാം. ഞാൻ എല്ലാ സീസണും മുത്തിരുന്ന് കാണുന്നത്, എൻജോയ് ചെയ്യുന്നതാണ്. ഫാമിലി മാൻ ഒരു ഫൺ സാധനമാണ്. ഒരുമിച്ചാണ് ഒരുമിച്ച് ഇറങ്ങും. സോ അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഫാമിലി മാൻ സീസൺ 3 കാണുന്നതായിരിക്കും. അതിൻ്റെ റിവ്യൂവും അല്ല അതിനെപ്പറ്റി ഡിസ്കഷൻ നമ്മൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാത്രമേ കാണത്തുള്ളൂ, പുള്ളിക്ക് സമയമില്ല. ഞാൻ രണ്ട് അതെ ടൈം ലൈനിലാണ് എല്ലാം കാണുന്നത്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴേക്കും നമ്മൾ ഒരുമിച്ച് പോയി കാണുന്നത്, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈമിൽ. ഇപ്പം ഞാൻ ഏതിൻ്റെ ആയിരുന്നു നമ്മൾ ക്രൈം ഫയൽസിൻ്റെ തോന്നുന്നു റിവ്യൂ ഇടണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത് കണ്ടു, പുള്ളി അത് കണ്ടില്ല ആസ് യൂഷ്വൽ. അപ്പം ഫാമിലി മാൻ സീസൺ 3 വരട്ടെ, നമ്മളത് കാണുന്നതായിരിക്കും, ഞാൻ കാണുന്നതായിരിക്കും. അതിനെപ്പറ്റി ഡിസ്കഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും അല്ലേ താല്പര്യമുള്ള കണ്ടു നോക്കുക. നല്ല സീരീസ് ആട്ടോ, രസമുള്ള ഫൺ പരിപാടി, ഒരു എൻ്റർടൈനറാണ്. ഒരു പക്ക ഇന്ത്യൻ, നമുക്ക് ഇന്ത്യൻ സീരീസുകളിൽ നമ്മൾ എന്താണ് ഒരു ഇന്ത്യൻ പടം കാണുന്ന ഒരു വൈബാണ്, ഒരു ഫൺ പരിപാടിയാണ്. നല്ല